നമസ്കാരം. കേരളക്കരയെ സംബന്ധിച്ച് വളരെയധികം വേദനയുള്ള മണിക്കൂറുകളാണ് കടന്നുപോയിരിക്കുന്നത്. കുവൈറ്റിലെ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ മൃതശരീരങ്ങൾക്ക് മുന്നിലുള്ള നിലവിളികൾ മാത്രമായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേൾക്കാൻ സാധിച്ചതും. നിരവധി സ്വപ്നങ്ങളും കൊണ്ട് കടൽ കടന്ന മനുഷ്യർ സ്വന്തം ഉറ്റവരെയും ഉടയവരെയും അവസാനമായ ഒരു നോക്കുപോലും കാണാനാകാതെ വിട പറഞ്ഞിരിക്കുന്ന നിമിഷമാണ്. മരിച്ചവരിൽ പലരും വീടെന്ന സ്വപ്നം പാതി വഴിക്ക് വെച്ചാണ് മടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഇത്തരം നോവ് നിറഞ്ഞ റിപ്പോർട്ടുകൾക്കിടയിൽ കണ്ണീരോടെ ചെറിയൊരു ആശ്വാസമേകുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതായത് കുവൈറ്റ് തീപിടുത്തത്തിൽ മരണപ്പെട്ട തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട് നിർമ്മിച്ച് നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ബിനോയിയുടെ വിടവാങ്ങൽ ഒരു മാറാമുറിവാണ് എങ്കിൽ പോലും ബിനോയ് കണ്ട സ്വപ്നം സുരേഷ് ഗോപിയിലൂടെ സാധ്യമാകുമെന്നത് പറയുമ്പോൾ വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. തൃശൂർക്കാരെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷയുള്ള നിമിഷമാണത്. വെറുമൊരു ആശ്വാസവാക്കിനപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞുള്ള സഹായം കാണുമ്പോൾ തങ്ങളുടെ തീരുമാനം തെറ്റിയിട്ടില്ല എന്നുള്ള ആശ്വാസത്തിലാണ് തൃശൂർ ജനങ്ങൾ. എന്തായാലും മലയാളികളല്ല, ഭാരതത്തിന്റെ മക്കളാണ് അവരെന്നും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു നൽകുമെന്ന് അറിയിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തുന്നു. പാവറട്ടിയിലെ ഫുഡ്വെയർ സ്ഥാപനത്തിൽ ജോലി ഉപേക്ഷിച്ച് വീട് പണി പൂർത്തീകരിക്കാനുള്ള സ്വപ്നവുമായാണ് ബിനോയ് തോമസ് വിദേശത്തേക്ക് യാത്ര പോയത്. കുവൈറ്റിൽ എത്തിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ മാത്രമായിരുന്നു അഗ്നി ജീവനെടുത്തതും. PMA പദ്ധതി വഴി ആരംഭിച്ച വീടിന്റെ പദ്ധതിയാണ് പാതവഴിയിൽ നിലച്ചുപോയത്. NBTC കമ്പനിയുടെ ഹൈവേ സെന്റർ എന്ന സ്ഥാപനത്തിന്റെ സെയിൽസ്മാൻ ആയിട്ടായിരുന്നു ഈ മാസം 5-ന് കുവൈറ്റിൽ ഇദ്ദേഹം പോകുന്നതും. ബുധനാഴ്ച പുലർച്ചെ 2:30 വരെ ബിനോയുടെ ഭാര്യയുമായി അവർ സംസാരിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. തീപിടുത്തമുണ്ടായ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബിനോയിയെ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മരണം സ്ഥിരീകരിച്ചത്. ഭാര്യയ്ക്കും മക്കളായ ആദി, ഇയാൻ എന്നിവർക്കുമൊപ്പം ചാവക്കാട് താമസിക്കുന്ന ബിനോയ് തിരുവല്ല സ്വദേശിയാണ്. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തിയ പ്രവാസി സമൂഹത്തിനേറ്റ ആഘാതമാണ് കുവൈറ്റിലെ ദുരന്തം എന്ന് പറയുന്നത്. വളരെ ഖേദകരമായ സംഭവമാണിതെന്ന് സുരേഷ് ഗോപി പറയുന്നു. സംസ്ഥാനവും രാജ്യവും എന്നും പ്രവാസി സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നവരായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തത്തിൽ പൊലിഞ്ഞ ഓരോരുത്തരുടെയും കുടുംബത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും സുരേഷ് ഗോപി ഈ ദുഃഖം പങ്കുചേരുന്നതിനിടെ പറയുകയുണ്ടായി. അപകട വാർത്ത അറിഞ്ഞത് മുതൽ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ കൂടുതൽ പേരും ഇന്ത്യക്കാരാണ് എന്ന് സ്ഥിരീകരിച്ചതോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായം എത്തിക്കാൻ മലയാളികളും ഭാരതീയരും തയ്യാറാകണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ പ്രതിനിധികളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഭേദമാകുന്ന മുറയ്ക്ക് അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് നടത്തുക. അത് കാരുണ്യ പ്രവൃത്തിയല്ല, മറിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടമയാണെന്ന് സുരേഷ് ഗോപി ഓർമ്മപ്പെടുത്തി.